Have a nice time to all. In the last class, we studied about propositions. Propositions are declarative sentences which are either true or false but not both. Given two propositions, we can produce other propositions using some connectives. അതായത് രണ്ട് പ്രൊപ്പോസിഷൻസ് തന്നിരുന്നാൽ അതിനെ ഏതെങ്കിലും കണക്റ്റീവ്, അതായത് ആൻഡ്, ഓർ അതുപോലെയുള്ള ഏതെങ്കിലും കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ പ്രൊപ്പോസിഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസിനെ കണക്ട് ചെയ്ത് നമ്മൾ പുതിയൊരു പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ റിസൾട്ടിംഗ് പ്രൊപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. ആ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പ്രൊപ്പോസിഷൻസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ കമ്പോണൻസ് ആണ് എന്ന് അറിയപ്പെടുന്നു. ദാറ്റ് ഈസ് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ സിമ്പിൾ പ്രൊപ്പോസിഷൻസ്. These simple propositions are called components of the compound proposition. Example, tiger is an animal and all the roses are black. ഇവിടെ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് നമ്മൾ ഉപയോഗിച്ചത്, ഒന്ന് ടൈഗർ ഇസ് ആൻ ആനിമൽ എന്ന പ്രൊപ്പോസിഷനാണ്, രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചത് ഓൾ ദ റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷനാണ്. ഈ രണ്ട് പ്രൊപ്പോസിഷൻസിന്, അതായത് ഈ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസിന് ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ കൂട്ടിച്ചേർത്ത സമയത്ത് നമുക്ക് മറ്റൊരു പ്രൊപ്പോസിഷൻ കിട്ടി. ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്രൊപ്പോസിഷൻ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷനാണ്. ഇതിൻ്റെ കമ്പോണൻസ് ആണ് ടൈഗർ ഈസ് ആൻ ആനിമൽ എന്ന പ്രൊപ്പോസിഷനും ഓൾ ദി റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷനും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ ഈറ്റ് പിസ്സ ഓർ ഐ വിൽ ഡ്രിങ്ക് എ ടീ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ്, ഒന്ന് ഐ വിൽ ഈറ്റ് പിസ്സ, നെക്സ്റ്റ് വൺ ഐ വിൽ ഡ്രിങ്ക് എ ടീ, ആൻഡ് ഹിയർ ദ കണക്റ്റീവ് ഈസ് ഓർ. And next example, if earth is flat, then human can fly. First proposition is earth is flat. Second proposition, human can fly. These are the simple propositions. And here the connective is if then. If then എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ രണ്ട് പ്രൊപ്പോസിഷൻസിനെ കൂട്ടിച്ചേർത്ത സമയത്ത് നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് പ്രൊപ്പോസിഷനാണ് if earth is flat, then human can fly. So in this class, we will study about different ways of producing compound propositions. When we use different connectives, we will give different names for the construction of such compound propositions. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന ലോജിക്കൽ കണക്റ്റീവ് ആണ് കൺജങ്ഷൻ. The conjunction of two arbitrary propositions P and Q is denoted by P and Q is a proposition P and Q. It is formed by combining the propositions using the word and here the connective is and. ഇവിടെ രണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, റോസസ് ആർ ബ്ലാക്ക് എന്നും ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്നും. ഈ രണ്ട് പ്രൊപ്പോസിഷൻസിനെ നമ്മൾ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിച്ചു. ഇത്തരത്തിൽ പി എന്ന ഒരു പ്രൊപ്പോസിഷനും ക്യൂ എന്ന മറ്റൊരു പ്രൊപ്പോസിഷനും ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്നതിന് ലോജിക്കലായി നമ്മൾ നൽകുന്ന സിമ്പിളാണ് ഈ കാണുന്ന ആൻഡിൻ്റെ സിമ്പിൾ. സോ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് വായിക്കേണ്ടത് പി ആൻഡ് ക്യൂ എന്നാണ്. സോ ഹിയർ ആൻഡ് ഈസ് ദ ലോജിക്കൽ കണക്റ്റീവ്. ഇത്തരത്തിൽ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് പ്രൊപ്പോസിഷനെ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ദ കൺജങ്ഷൻ ഓഫ് ദ ടു പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ. ഈ കാണുന്ന എക്സാമ്പിൾ നോക്കിയാൽ റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷൻ ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്, അതായത് ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്നത് ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? നമ്മൾ കൺജങ്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ, അതായത് രണ്ട് പ്രൊപ്പോസിഷൻസിൻ്റെയും ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ മാത്രമേ റിസൾട്ടിംഗ് ആയിട്ട് കിട്ടുന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആവുകയുള്ളൂ. അതായത് റോസസ് ബ്ലാക്ക് ആയിരിക്കുകയും ഹ്യൂമൻ ലിവിങ് ബീയിങ് ആയിരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയുള്ളൂ എന്നർത്ഥം. നമ്മുടെ ഈ എക്സാമ്പിളിൽ പി എന്ന പ്രൊപ്പോസിഷൻ റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷനാണ്. ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്നതാണ്. ഇവിടെ റോസസ് ആർ ബ്ലാക്ക് എന്നത് ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്ന ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ള പ്രൊപ്പോസിഷനാണ്. സ്വാഭാവികമായും പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. കാരണം ഇത് രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ട്രൂ ആവാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ആൻഡ് എന്ന കണക്റ്റീവാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പോസിബിലിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്?
പി എന്ന പ്രൊപ്പോസിഷൻ ഫോൾസ് ആവുകയും ക്യൂ ട്രൂ ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തിരിച്ച് പി ട്രൂവും ക്യൂ ഫോൾസും ആവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കേസിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും, അതായത് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. വേറൊരു പോസിബിലിറ്റി ഉള്ളത് പിയും ക്യൂവും രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂ ടി ആണെന്ന് വിചാരിക്കുക. ആ കേസിൽ പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി തന്നെ ആയിരിക്കും. ഇനി രണ്ടും എഫ് ആണെങ്കിലോ, പിയും ക്യൂവും രണ്ടും ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്ന റിസൾട്ടിംഗ് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് തന്നെ ആയിരിക്കും. സോ ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പി ആൻഡ് ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ട്രൂത്ത് വാല്യൂ ടി ഉള്ള പ്രൊപ്പോസിഷനായി മാറണമെങ്കിൽ പിയും ക്യൂവും ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആയിരിക്കണം. ആ ഒരു കേസിൽ മാത്രമേ പി ആൻഡ് ക്യൂ എന്നത് ട്രൂത്ത് വാല്യൂ ടി വരുന്ന ഒരു പ്രൊപ്പോസിഷൻ, കോമ്പൗണ്ട് പ്രൊപ്പോസിഷനായിട്ട് മാറുകയുള്ളൂ. സോ ഇതുപോലെ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസിൻ്റെ ട്രൂത്ത് വാല്യൂ മാറുന്നതിനനുസരിച്ച് റിസൾട്ടിംഗ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും എന്ന് നമ്മൾ ടേബിളായിട്ട് ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. സോ ദ ട്രൂത്ത് ടേബിൾ ഗിവ്സ് us the truth value of a compound proposition corresponding to the truth value of the simple propositions, which are the components of the compound proposition. അതായത് പി ക്യൂ എന്ന രണ്ട് കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കിയത്. സോ പിയുടെയും ക്യൂയുടെയും ട്രൂത്ത് വാല്യൂസ് മാറുന്നതിനനുസരിച്ച് എന്തായിരിക്കും പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ, അത് കാണിക്കുന്ന ടേബിളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ട്രൂത്ത് ടേബിൾ. Hence, a truth table is the table showing the truth values of a compound proposition according to the truth values of its component propositions. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രൂത്ത് ടേബിൾ ഓഫ് പി ആൻഡ് ക്യൂ ആണ്, അതായത് കൺജങ്ഷൻ ഓഫ് ദ പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ. ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ പ്രൊപ്പോസിഷൻ പി ഇസ് Socrates was a Greek philosopher and the proposition Q is Euclid was a Chinese musician. Their conjunction is given by P and Q, which is Socrates was a Greek philosopher and Euclid was a Chinese musician. Here the truth value of the proposition P is T and the truth value of the proposition Q is F, because we know that Socrates was a Greek philosopher and also we know that Euclid was not a Chinese musician. Therefore, the proposition P has truth value T and Q has truth value F. What will be the truth value of P and Q? We know that P and Q has truth value T if and only if both P and Q have truth value T. Here Q has no truth value T, therefore this P and Q has truth value F. Now let us go to the second connective, which is disjunction. A second way of combining two proposition P and Q is by using the connective OR. The resulting proposition P or Q is the disjunction of P and Q and it is denoted by this symbol. അതായത് രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ജങ്ഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് പ്രൊപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിയർ വി ഹാവ് ദ പ്രൊപ്പോസിഷൻ P which says that Harry likes pepper onion pizza for lunch, and second proposition Q is Harry likes mushroom pizza for lunch. When we use disjunction to combine these propositions, the compound proposition will be P or Q, which is the statement Harry likes pepper onion pizza for lunch or Harry likes mushroom pizza for lunch. So how can we find the truth value of the resulting proposition? രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് പിയും ക്യൂവും എടുത്താൽ ഓർ എന്ന കണക്റ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പി ഓർ ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ട്രൂ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പിയോ ക്യൂവോ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആയാൽ മതിയാവും. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ വരച്ചാൽ മുൻപ് പറഞ്ഞതുപോലെ 4 പോസിബിലിറ്റീസ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ പിയും ക്യൂവും ട്രൂ ആവാം, അല്ലെങ്കിൽ പി ട്രൂവും ക്യൂ ഫോൾസും ആവാം, പി ഫോൾസും ക്യൂ ട്രൂവും ആവാം, അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആവാം. അതിനനുസരിച്ചുള്ള ട്രൂത്ത് വാല്യൂസ് ആണ് നമ്മളിപ്പോൾ ട്രൂത്ത് ടേബിളിൽ എഴുതിയിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ ട്രൂത്ത് വാല്യൂ ഓഫ് പി ഓർ ക്യൂ? പി ഓർ ക്യൂ have truth value T
ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് പി ഓർ ക്യൂ ഹാസ് ട്രൂത്ത് വാല്യൂ ടി. അതായത് ഇവിടെ പിയും ക്യൂവും ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ പി ഓർ ക്യൂ എന്നതിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. കൂടാതെ ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ പിയോ ക്യൂവോ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ളതാണെങ്കിൽ അപ്പോഴും പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. ഇനി രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണെങ്കിൽ പി ഓർ ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പി ഓർ ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ട്രൂത്ത് വാല്യൂ എഫ് ഉള്ള പ്രൊപ്പോസിഷൻ ആവണമെങ്കിൽ ബോത്ത് പി ആൻഡ് ക്യൂ മസ്റ്റ് ഹാവ് ദ ട്രൂത്ത് വാല്യൂ എഫ്. ബാക്കി എല്ലാ കേസിലും പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. ഇവിടെയുള്ള എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഹാരി ലൈക്സ് പെപ്പർ ഒനിയൻ പിസ്സ ഫോർ ലഞ്ച് ഓർ ഹാരി ലൈക്സ് മഷ്റൂം പിസ്സ ഫോർ ലഞ്ച്. ലഞ്ചിന് ഹാരി ഇഷ്ടപ്പെടുന്നത് പെപ്പർ ഒനിയൻ പിസ്സ കഴിക്കാനാണ്, മഷ്റൂം പിസ്സ കഴിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട്. ലഞ്ചിന് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാനും ഹാരിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതിയ സമയത്ത് പറഞ്ഞത് ഇത് രണ്ടും ശരിയാണെങ്കിലും അല്ല ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിലും പി ഓർ ക്യൂ എന്നത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാവുന്ന സമയത്ത് മാത്രമേ പി ഓർ ക്യൂ എന്നത് ട്രൂത്ത് വാല്യൂ എഫ് വരികയുള്ളൂ എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. പക്ഷെ നമുക്ക് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരം ആർ എന്ന പ്രൊപ്പോസിഷൻ ബർണി വിൽ പ്ലേ ബാസ്കറ്റ് ബോൾ അറ്റ് 3 PM ടുഡേ ആൻഡ് എസ് ഇസ് എ പ്രൊപ്പോസിഷൻ ബർണി വിൽ ഗോ ടു എ മാറ്റിനി at 3 PM ടുഡേ. ദെൻ ആർ ഓർ എസ് ഇസ് ബർണി വിൽ പ്ലേ ബാസ്കറ്റ് ബോൾ ഓർ go to a matinee at 3 PM today. അതായത് ഇന്ന് 3 മണിക്ക് ബെർണി ഒന്നുകിൽ ബാസ്കറ്റ് ബോൾ കളിക്കും അല്ലെങ്കിൽ മാറ്റിനിക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ഒരേ സമയത്ത് ശരിയാവാൻ പറ്റില്ല. ബെർണിക്ക് ഒരേ സമയത്ത് തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാനും മാറ്റിനിക്ക് പോകാനും കൂടെ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചതിന് ചെറിയൊരു മീനിങ്ങിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട് എന്നർത്ഥം. ഈ കേസിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ പിയുടെ ട്രൂത്ത് വാല്യൂ ടി ആവുകയും ക്യൂവിൻ്റേത് എഫ് ആവുകയും ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഡിസ്ജങ്ഷൻ ടി ആയിരിക്കും. അല്ല പി എഫും ക്യൂ ടി ആവുകയാണെങ്കിലും ഡിസ്ജങ്ഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. പക്ഷേ രണ്ടും ടി ആവുന്നത് പോസിബിൾ ആവില്ല. ഇവിടെയുള്ള ഓർ എന്ന കണക്റ്റീവ് ഇപ്പം നമ്മൾ ഉപയോഗിച്ച പ്രകാരമുള്ള ഒരു സെൻറ്റൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഈ രണ്ട് സെൻറ്റൻസുകളും ഒന്നിച്ച് ശരിയാവാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് പിയും ക്യൂവും ട്രൂ ആവുന്ന സമയത്ത് നമ്മളുടെ റിസൾട്ടിങ് ഡിസ്ജങ്ഷൻ എഫ് ആയിരിക്കും ട്രൂത്ത് വാല്യൂ ഉണ്ടാവുക. അതേപോലെ അവസാനത്തെ കേസിൽ ചേഞ്ച് ഒന്നുമില്ല, രണ്ടും എഫ് ആവുന്ന സമയത്ത് ട്രൂത്ത് വാല്യൂം എഫ് തന്നെ ആയിരിക്കും. സോ ഈ കേസിൽ ഡിസ്ജങ്ഷൻ എന്ന കണക്റ്റീവ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ട്രൂത്ത് ടേബിളിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. എന്ത് ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടായത്? ഹിയർ ട്രൂത്ത് വാല്യൂ ഓഫ് പി ഓർ ക്യൂ കനോട്ട് ബി ട്രൂ വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ. അതുകൊണ്ട് തന്നെ ഡിസ്ജങ്ഷൻ രണ്ട് വിധത്തിലുണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആണ്, രണ്ടാമത്തേത് എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആണ്. ഇൻക്ലൂസീവ് ഡിസ്കഷൻ വരുന്ന കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കേസ്. അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചിരുന്നു. പി ഓർ ക്യൂ എന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ചത് പ്രകാരം രണ്ട് പ്രൊപ്പോസിഷൻസിനെയും ട്രൂത്ത് വാല്യൂ എഫ് ആകുമ്പോൾ മാത്രം പി ഓർ ക്യൂ എന്നത് എഫ് ആയി മാറുന്ന വിധത്തിലുള്ള ഡിസ്ജങ്ഷനാണ് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ. അതായത് രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂ ആണെങ്കിൽ പി ഓർ ക്യൂ എന്ന പ്രൊപ്പോസിഷനും ട്രൂ ആവുന്ന വിധത്തിലുള്ള ഡിസ്ജങ്ഷനാണ് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ. So the disjunction of two propositions is true if at least one component is true and it is false if both components are false. ഇതാണ് നമ്മുടെ ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ. പക്ഷേ ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കാണിക്കാനാണ് നമ്മൾ ഇത്തരം ഒരു എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഈ കേസിൽ രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂ ആവുന്ന സമയത്ത് ഡിസ്ജങ്ഷൻ എന്ന അതായത് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആവില്ല, പകരം അത് എഫ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഡിസ്ജങ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ. പക്ഷെ നമ്മളുടെ ചാപ്റ്ററിൽ ഡിസ്ജങ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പി ഓർ ക്യൂ എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് പറയുന്ന ഡിസ്ജങ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ഓർ ക്യൂ എന്നതിൻ്റെ ടേബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ കാണുന്ന ട്രൂത്ത് ടേബിൾ ആയിരിക്കും. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻസിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ. ഇൻക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ പിയും ക്യൂവും ടി ആവുന്ന സമയത്ത് പി ഓർ ക്യൂ ടി ആണ്. എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ പിയും ക്യൂവും
ട്രൂത്ത് വാല്യൂ ടി ആവുന്ന സമയത്ത് എക്സ്ക്ലൂസീവ് ഓർ എന്നതിൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ പോസിബിലിറ്റീസിനും രണ്ട് ട്രൂത്ത് ടേബിളും സെയിം തന്നെ ആയിരിക്കും. സോ ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻസ്. Given a proposition, the simplest way of producing another proposition is the negation. Negation of a proposition P is, it is not the case that P. അതായത് P എന്ന ഒരു പ്രൊപ്പോസിഷൻ തന്നാൽ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് P ശരിയല്ല എന്ന പ്രൊപ്പോസിഷൻ ആയിരിക്കും. And it is denoted by this symbol. Let us see some examples. Let P be the proposition, Paris is the capital of France. Then its negation is, it is not the case that P. അതായത് it is not the case that Paris is the capital of France. പക്ഷെ അതിനെ നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ എഴുതാറുള്ളത് പാരീസ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്നായിരിക്കും. സോ നെഗേഷൻ ഓഫ് പി എന്നത് ഇവിടെ പാരീസ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്നതാണ്. അനദർ എക്സാമ്പിൾ, ലെറ്റ് ക്യൂ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് 1 is strictly less than 2. Then what will be the negation of Q? Negation of Q is, it is not the case that Q. അതായത് 1 is greater than or equal to 2. 1 less than 2 എന്നാണ് Q എന്ന പ്രൊപ്പോസിഷൻ എങ്കിൽ അതിൻ്റെ നെഗേഷനിൽ 1 less than 2 അല്ല എന്നാണ് പറയേണ്ടത്. 1 less than 2 അല്ലെങ്കിൽ പിന്നെ ആകെയുള്ള പോസിബിലിറ്റീസ് ഒന്നുകിൽ 1 greater than 2 ആയിരിക്കും അല്ലെങ്കിൽ 1 equal to 2 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗേഷൻ 1 greater than or equal to 2 എന്ന് എഴുതിയത്. Another example, let R be the proposition 1 plus 7 equal to 8. Then what will be the negation of R? Negation of R will be 1 plus 7 not equal to 8. That is 1 plus 7 is greater than 8 or 1 plus 7 is strictly less than 8. നെഗേഷൻ്റെ കേസിൽ നമ്മൾ ഒരു പ്രൊപ്പോസിഷൻ മാത്രമേ അണ്ടർ കൺസിഡറേഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രൂത്ത് ടേബിളിൽ നമ്മൾ പി എന്ന പ്രൊപ്പോസിഷൻ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ വി ഹാവ് ടു റൈറ്റ് ദ പോസിബിലിറ്റീസ് ഫോർ പി. The proposition P may be true or false. Then correspondingly the truth value of negation of P will be, if P is true then negation of P must be false, and if P is false then negation of P will be true. In the second example here, the proposition Q is 1 less than 2 and its truth value is T. The negation of Q is 1 greater than or equal to 2, its truth value is F. In third example, 1 plus 7 equal to 8 has truth value T, but negation R is 1 plus 7 not equal to 8, so its truth value is F. Likewise, if P has the truth value T, then negation P will have the truth value F. And if P has truth value F, then negation P has truth value T. Hence, in today's class, we studied about compound propositions. And we also discussed some ways of producing compound propositions using simple propositions. One method is taking the conjunction of two simple propositions. Another way is taking the disjunction of the two simple propositions, that is P or Q. And we note that there are two types of disjunctions, which is inclusive disjunction and exclusive disjunction. And we also note that we are dealing only with inclusive disjunction. Another way of producing a proposition is the taking negation of a given proposition. Negation of a proposition P is, it is not the case that P. We also studied about the truth table showing the truth value of the compound propositions according to the truth values of the corresponding components. In the next class, we will do some problems related to these concepts.